സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്നൊരു 6 കാർഡ് സ്പ്രെഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ലോങ് ആണ് വീഡിയോ. ഇന്നത്തെ ചോദ്യം, ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ്? നിങ്ങളൊരു ജോലി നോക്കിയ ആളാണോ? അതായത് PSC ടെസ്റ്റ് ചെയ്ത ഗവൺമെൻറ് ജോബ് ആവാം, അതല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാവാം, അതല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ്, ടീച്ചേഴ്സിൻ്റെ ജോലി, അതല്ലെങ്കിൽ ഗൾഫ് ജോലി. അങ്ങനെ ഏതെങ്കിലും ഈ തരത്തിലൊക്കെ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിലുള്ള ഒരു സ്പ്രെഡാണ് ഈ 6 കാർഡ് സ്പ്രെഡ്. അപ്പോൾ നമുക്ക് നോക്കാം. മോളിൽ ആദ്യത്തെ കാർഡ് ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് എനർജി നോക്കുമ്പോൾ ഫസ്റ്റ് കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം, അതായത് അപ്രൻറ്റീസൊക്കെ ആയിട്ട്, അതായത് ജോലി ചെയ്യുകയും ചെയ്യുക, അതിനോടൊപ്പം നമ്മൾ പഠിക്കുകയും ചെയ്യുക. ഇവിടെ ഒരു സൂപ്പർവൈസർ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ വേതനവും ഉണ്ടാവും, അതിനോടൊപ്പം പഠിക്കുകയും ചെയ്യുക, ജോലിയും ചെയ്യുക. അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്യണം, അതിനോടൊപ്പം പഠിക്കുകയും ചെയ്യണം. ഒരു എനർജിയാണ് കറൻറ്റ് എനർജി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് നേരെ താഴെയുള്ള കാർഡ് എന്താണ് അവിടെ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നത് എന്ന് നോക്കുമ്പോൾ 10 ഓഫ് വാട്ട്സ് ആണ്. അതായത് ആ ഒരു സ്ഥലത്ത് 10 ഓഫ് വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ഭാരം, ജോലി ഭാരം, ഓവറായിട്ടുള്ള ഉത്തരവാദിത്തം, ഓവർ വർക്ക് കൊണ്ട് മടുത്ത് തളർന്നിരിക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണുന്നത്. അതായത് അവിടെ ഓവറായിട്ടുള്ള വർക്ക് വന്നിട്ട് അമിത ഭാരം കൊണ്ട്, ഓവറായിട്ടുള്ള ഉത്തരവാദിത്തം കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് മടുത്തു, തളർന്നു എന്നുള്ളതാണ് ബ്ലോക്കേജ് ആയിട്ട് കാണുന്നത്. പിന്നെ മുകളിൽ രണ്ടാമത്തെ കാർഡ് നമ്മൾ നോക്കണ ഈ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടത് 5 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് സംഘർഷം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവിടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് വിജയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ 5 ഓഫ് ഫൈവ്സൊക്കെ സാഡ്നെസ്സിൻ്റെ കാർഡാണ്. 5 ഓഫ് സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം നടക്കുന്നു. അതിൽ സ്വാർത്ഥപരമായിട്ട് ചിലവർ വിജയിച്ചു പോണു, ചിലവർ അതിൽ പരാജയപ്പെട്ട് കരഞ്ഞ് തിരിഞ്ഞു പോണതുമുണ്ട്. അപ്പോൾ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു സക്സസ്സാണ് അവിടെ കാണുന്നത്, അതായത് ഒരു കൗരവരുടെ വിജയം. അപ്പോൾ ചിലവർ സ്വാർത്ഥ താല്പര്യം കൊണ്ട് വിജയിക്കും, ചിലവർ പരാജയപ്പെട്ട് കരഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇനി എന്താണ് അവിടുത്തെ വീക്ക്നെസ് നോക്കുമ്പോൾ കിങ് ഓഫ് സോർട്സ് ആണ്. ഒരുപക്ഷെ ഒരു സംരംഭകനാവാം, ഒരു അതോറിറ്റിയാണ് കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള ആളാണ്, ലോജിക്കായിട്ടുള്ളതായിട്ട് ചിന്തിക്കുന്ന ആളാണ്, സത്യസന്ധനാണ്, ഹൈലി ഇൻ്റലക്റ്റാണ്, ഭയങ്കര ബുദ്ധിശാലിയാണ്, വളരെയധികം സുപ്പീരിയർ നോളജ് ഉള്ള ആളുമാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ ഇമോഷണലി നമുക്ക് സ്വാധീനിക്കാനായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ പറ്റില്ല. ഇയാൾ ഹൈലി ഇൻ്റലക്ച്വൽ ആയതുകൊണ്ട് ഇൻ്റലക്ച്വലായിട്ട് മാത്രമേ ഇദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുള്ളൂ. കുറച്ച് അരഗൻ്റാണ്. ഇമോഷണലി ഈ ഒരു വ്യക്തിയെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. അതാണ് വീക്ക്നെസ്സായിട്ട് വരുന്നത്. അപ്പോൾ മുകളിലത്തെ കാർഡ് നമുക്ക് ടാരോയുടെ ഗൈഡൻസ് ആണ്. ടാരോയുടെ ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ ദ സൺ എന്നുള്ള കാർഡാണ്. ദ സൺ എന്നുള്ള കാർഡ് മേജർ ആർക്കാന കാർഡാണ്, യൂണിവേഴ്സൽ ഡിസിഷനാണ്, വളരെ പോസിറ്റീവായുള്ള കാർഡാണ്. അതായത് ഇപ്പോൾ ഒരു സ്ട്രഗിളിങ് പീരീഡിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ ബെറ്റർ ആവാൻ പോകുന്നു. അതായത് ദ സൺ എന്നുള്ള കാർഡ് പുതിയൊരു തുടക്കത്തിൻ്റെ കാർഡാണ്. അതായത് പുതിയ തൊഴിലവസരങ്ങൾ വരിക, അവിടെ സക്സസ് ഉണ്ടാവുക, അച്ചീവ്മെൻ്റ് ഉണ്ടാവുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട്, ഡെഡിക്കേഷൻ കൊണ്ടും നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാവണം, സക്സസ് ഉണ്ടാവുന്നു, പ്രോസ്പെരിറ്റി ഉണ്ടാവണു, ഹാപ്പിനെസ് ഉണ്ടാവണു, അബണ്ടൻസ് ഉണ്ടാവണു. അപ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആവാൻ പോകുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് ദ സൺ എന്നുള്ള കാർഡ്, പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ആ ഗൈഡൻസ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ താഴെ ലാസ്റ്റ് കാർഡ് എവിടേക്കാണ് പോകുന്നത് നോക്കുമ്പോൾ ദ വേൾഡ് എന്നുള്ള കാർഡാണ്. അതായത് അതും മേജർ ആർക്കാന കാർഡാണ്, ഒരു ഡാൻസിങ് ഗേളിൻ്റെ കാർഡാണ്. അപ്പോൾ ഈ ദ വേൾഡ് എന്നുള്ള കാർഡും പറയണത് പുതിയ തൊഴിലവസരം ലഭിക്കുന്നു. അവിടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും
നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റും സക്സസ്സും ഉണ്ടാവുന്നു, ഹാപ്പിനെസ് ഉണ്ടാവുന്നു, അബണ്ടൻസ് ഉണ്ടാവുന്നു. അതൊരു പരിസമാപ്തിയുടെ കാർഡും കൂടിയാണ്. അതിലൂടെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ദ വേൾഡ് എന്നുള്ള കാർഡ്. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിളിങ് പീരീഡ് ആണെങ്കിലും നമുക്ക് ഗൈഡൻസ് വന്നിരിക്കുന്നത് സൺ എന്നുള്ള മേജർ ആർക്കാന കാർഡാണ്. നമ്മൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതും ദ വേൾഡ് എന്നുള്ള മേജർ ആർക്കാന കാർഡാണ്. രണ്ടും യൂണിവേഴ്സൽ ഡിസിഷൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ജോലി അവസരങ്ങൾ, ശമ്പള വർധനവ്, സക്സസ്, അച്ചീവ്മെൻറ്റ്, ഹാപ്പിനെസ്, അബണ്ടൻസ്, പ്രോസ്പെറിറ്റി എല്ലാം ഉണ്ടാകുന്ന ഒരു സ്പ്രെഡാണത്. അപ്പോൾ എക്സാം എഴുതണവർ ധൈര്യമായിട്ട് പോയിട്ട് എക്സാം ചെയ്യുക. ഇൻ്റർവ്യൂ ചെയ്യണവർ ഹാർഡ് വർക്ക് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ടാരോയുടെ ഗൈഡൻസ് പോസിറ്റീവായിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഇതൊരു ഗൈഡൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.